ഹായ് എവരി വൺ. അക്കാഡമീസിൻ്റെ മറ്റൊരു ഓൺലൈൻ സെഷനിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാൻ ഹൻഷാദ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് മുൻ വർഷങ്ങളിൽ നടന്ന RPF SI അതുപോലെ കോൺസ്റ്റബിൾ പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് സയൻസിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് എന്ത് ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓൾറെഡി നമ്മൾ ഹിസ്റ്ററിയിൽ നിന്നും അതുപോലെ തന്നെ പൊളിറ്റിയിൽ നിന്നുള്ള ചോദ്യങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ആ ക്ലാസ്സുകൾ കാണാത്തവരുണ്ടെങ്കിൽ അത് കാണാനുള്ള ലിങ്ക് ഞാൻ ഈ ക്ലാസ്സിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഈ ക്ലാസ്സൊക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം സമാധാനമായിട്ട് എന്ത് ചെയ്യുക, ആ ക്ലാസ്സുകൾ കൂടി തീർച്ചയായിട്ടും നിങ്ങൾ കാണാനായിട്ട് ശ്രമിക്കുക. ബിക്കോസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം RRB പരീക്ഷകൾ നല്ല രീതിയിൽ എന്ത് ചെയ്യാറുണ്ട്, മുൻ വർഷ ചോദ്യങ്ങൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ചോദ്യങ്ങൾ ഇനിയും ആവർത്തിക്കപ്പെടാനുള്ള സാധ്യത എന്താണ്, വളരെ കൂടുതലാണ്. പിന്നെ നമ്മൾ ചുമ്മാ ചോദ്യം ഉത്തരവും പറഞ്ഞ് പോവല്ല, ഓരോ ചോദ്യം എടുത്ത് അതിൻ്റെ ഓപ്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ആ ചോദ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ 100% വരാൻ പോകുന്ന എല്ലാ RRB പരീക്ഷകൾക്കും എന്തായിരിക്കും, ഈ ക്ലാസ് യൂസ്ഫുൾ ആയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ എന്ത് ചെയ്യട്ടെ, ഇന്നത്തെ ക്ലാസ് നമുക്ക് ആരംഭിക്കട്ടെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഐശ്വര്യമായിട്ട് നമ്മുടെ ചോദ്യങ്ങളിലേക്ക് പോവാം. ഇന്നത്തെ ക്ലാസ്സിലെ ആദ്യത്തെ ചോദ്യം ഇതാണ്: ഹൗ മെനി ചേംബേഴ്സ് ആർ ദർ ഇൻ ദ ഹാർട്ട് ഓഫ് ദ ഫിഷ്? നമുക്കറിയാം എല്ലാ ജീവികൾക്കും, ഭൂരിഭാഗം എല്ലാ ജീവികൾക്കും എന്തുണ്ട്, ഹൃദയമുണ്ട്. ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് മീനിൻ്റെ ഹൃദയത്തിൽ എത്ര അറകളുണ്ട് എന്നാണ് എന്ത് ചെയ്തിരിക്കുന്നത്, നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. മനുഷ്യൻ്റെ ഹൃദയത്തിന് എത്ര അറകളാണുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സിമ്പിളായിട്ട് പറയും, മനുഷ്യൻ്റെ ഹൃദയത്തിൽ എത്ര അറകളാണുള്ളത്, 4 അറകളാണ് നമുക്കുള്ളത്. അല്ലെ, ആട്രിയം, വെൻട്രിക്കിൾ എന്നൊക്കെ പറഞ്ഞ്, ഓറിക്കിൾ എന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്തിട്ടുള്ളതാണ്, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അതേസമയം മീനിൻ്റെ ഹൃദയത്തിൽ എത്ര ചേംബറുകളാണുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ കറക്റ്റ് ആൻസർ ഈസ് 2. ഫിഷിന് എത്ര ചേംബേഴ്സ് ഉള്ളത്, 2 ആണ് ഉള്ളത്. ഇതുപോലെ കുറേ പ്രധാനപ്പെട്ട ജീവികളും അവയുടെ അറകളും എന്താണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. മിനിമം നിങ്ങളിപ്പോൾ ഞാൻ ഈ ലിസ്റ്റിൽ ഇട്ടിരിക്കുന്ന, ഈ സ്ക്രീനിൽ ഇട്ടിരിക്കുന്നെങ്കിലും എന്ത് ചെയ്യണം, നിങ്ങൾ ഈ ഹൃദയത്തിൻ്റെ അറകളുടെ എണ്ണം ഒന്ന് പഠിച്ചു വെക്കണം. ഇത് കണ്ടോ, ഫിഷ് 2 നമ്മൾ ക്ലാസ്സിൽ ഇതുപോലെ തന്നെ പഠിപ്പിക്കുന്നതാണ് ബയോളജി ക്ലാസ്സിൽ. അപ്പോൾ ഫിഷിന് 2 എണ്ണമാണുള്ളത്. റെപ്റ്റൈൽസിന്, ഉരകങ്ങൾക്ക് നോർമലി എത്ര എണ്ണമാണുള്ളത്, 3 എണ്ണമാണുള്ളത്. റെപ്റ്റൈൽസിന് 3 എണ്ണമാണുള്ളത്. ആംഫീബിയൻസ്, കരയിലും വെള്ളത്തിലും ജീവിക്കാൻ കഴിയുന്ന ആംഫീബിയൻസിന് എത്ര തന്നെയാണുള്ളത്, 3 എണ്ണമാണുള്ളത്. ഈ കൂട്ടത്തിൽ ഹൃദയത്തിൻ്റെ അറകളുടെ എണ്ണം ചോദിക്കുമ്പോൾ എപ്പോഴും ചോദിക്കാറുള്ള ഒരാളാണ് ക്രോക്കഡൈൽ. ക്രോക്കഡൈൽ എന്ന് വെച്ചാൽ നമുക്കറിയാം എന്താണ്, മുതലയാണ്. മുതലയ്ക്ക് 4 അറകളാണ്. അപ്പോൾ നിങ്ങൾക്ക് പ്രാധാന്യം മനസ്സിലായി. മനുഷ്യനും എത്ര എണ്ണമാണുള്ളത്, ഞാൻ ഓൾറെഡി പറഞ്ഞു, 4 എണ്ണമാണുള്ളത്. അപ്പോൾ മനുഷ്യനും മുതലയ്ക്കും ഒരേ അറകളുടെ എണ്ണം ആയതുകൊണ്ട് തന്നെ എപ്പോഴും എന്ത് ചെയ്യാറുണ്ട്, ഈ ക്രോക്കഡൈലിന് എത്ര അറകളാണുള്ളതെന്ന് ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ തന്നെ RRB ഇങ്ങനെയും ഞാൻ ചോദിച്ചു കണ്ടിട്ടുണ്ട്, താഴെ തന്നിട്ടുള്ളതിൽ 4 അറകളുള്ള ജീവി ഏതാണ്, ഹൃദയത്തിന് 4 അറകളുള്ള ജീവി ഏതാണെന്നും എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം ഏതാണത്, ക്രോക്കഡൈലാണ്. ബേർഡ്സിനും നമ്മൾ അടങ്ങുന്ന മാമൽസിനും 4 തന്നെയാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ ചോദ്യം കണ്ടത് ക്രോക്കഡൈൽ ആയതുകൊണ്ടാണ് എന്ത് ചെയ്തത്, അത് ഞാൻ അത്രയും പ്രാധാന്യം കൊടുത്ത് തന്നെ എന്ത് ചെയ്തത്, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഇനിയിപ്പോൾ നമ്മുടെ കോക്രോച്ച്, കൂറ, പാറ്റ എന്നൊക്കെ പല നാടുകളിൽ പല പേരുകൾ അറിയപ്പെടുന്ന കോക്രോച്ചിന് എത്ര അറകളാണുള്ളത്, 13 അറകളാണുള്ളത്. അപ്പോൾ മക്കളിത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഏതെങ്കിലുമൊക്കെ ചോദ്യം നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഉറപ്പായിട്ടും വരും. കാരണം അത്രയും വട്ടം വീണ്ടും വീണ്ടും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് ഹൃദയത്തിലെ അറകളുടെ എണ്ണം എന്ന് പറയുന്നത്. മീനാണെങ്കിൽ 2, ഉരകങ്ങളാണെങ്കിൽ 3, ആംഫീബിയൻസ് ആണെങ്കിൽ 3, മുതലയ്ക്കും മനുഷ്യനും പക്ഷികൾക്കും മാമൽസിനും, മാമൽസ് എന്ന് വെച്ചാൽ അറിയാലോ, സസ്തനികൾക്ക്, നമ്മളൊക്കെ എന്താ, മുലയൂട്ടി പ്രസവിക്കുന്ന ജീവിവർഗമാണ് അല്ലേ, അവരെയാണ് നമ്മൾ മാമൽസ് എന്ന് വിളിക്കുന്നത്. സസ്തനികൾക്കും 4, കോക്രോച്ച് ആണെങ്കിൽ എത്ര എണ്ണമാണ്, 13 എണ്ണമാണെന്ന് എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കുക. അപ്പോൾ ചോദ്യത്തിൽ ചോദിച്ച പോലെ ഫിഷിൻ്റെ ഹൃദയത്തിലെ അറകളുടെ എണ്ണം എത്രയാണ്, 2 എന്നും എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. സെറ്റല്ലേ, സംശയമൊന്നുമില്ലല്ലോ. എന്നാൽ പിടിച്ചോ അടുത്ത ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കാൾഡ് ബ്രൗൺ കോൾ? താഴെ തന്നിട്ടുള്ളതിൽ ഏതിനെയാണ് ബ്രൗൺ കോൾ എന്ന് എന്ത് ചെയ്യുന്നത് നമ്മൾ വിളിക്കുന്നത്? കോൾ എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം എന്താണ്, കൽക്കരിയെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കോൾ എന്ന് വിളിക്കുന്നത്. ഈ കോളിനെ, ഈ കൽക്കരിയെ അതിലെ കാർബണിൻ്റെ പേഴ്സൻറ്റേജിനനുസരിച്ച്, അല്ലെങ്കിൽ കാർബണിൻ്റെ ഓരോ കൽക്കരിയിലുള്ള പേഴ്സൻറ്റേജ് അനുസരിച്ച്, അതിൻ്റെ അളവനുസരിച്ച് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അതാണ് അതിൻ്റെ ക്വാളിറ്റി ഡിറ്റർമിൻ ചെയ്യുന്നത്. അതിനെ നമ്മൾ പലതായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, തിരിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് ഇവിടെ പറയുന്നത് പോലെ ഏതെന്ന് പറയുന്നത്, ആന്ത്രാസൈറ്റ് എന്ന് പറയുന്നത്. ആദ്യത്തെ ഓപ്ഷൻ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ആന്ത്രാസൈറ്റ് എന്ന് പറയുന്നത്. ഈ ആന്ത്രാസൈറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ 90 മുതൽ 95% എന്തുണ്ട്, കാർബൺ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല കൽക്കരിയായിട്ട് നമ്മൾ പൊതുവെ കൺസിഡർ ചെയ്യുന്നത് ഏതാണ്, ആന്ത്രാസൈറ്റ് ആണ്. 90% to 95% എന്താണ് അതിലുള്ളത്, കാർബൺ ആണുള്ളത് എന്ന് എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കുക. രണ്ടാമത് നമ്മൾ ഈ ക്വാളിറ്റി വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, രണ്ടാമത് നമ്മൾ പറയുന്നതാണ് ഓപ്ഷൻ സി ആയിട്ട് തന്നിരിക്കുന്നത്, ബിറ്റ്യൂമിനസ് കോൾ എന്ന് പറയുന്നത്. ഈ ബിറ്റ്യൂമിനസ് കോളിൽ ഏകദേശം 80 മുതൽ 85% വരെയാണ് എന്ത് കാണപ്പെടുന്നത്, കാർബൺ കാണപ്പെടുന്നത്. ഇവനൊരു വിളിപ്പേരുണ്ട്. ഈ ബിറ്റ്യൂമിനസ് കോളിനെയാണ് നമ്മൾ സോഫ്റ്റ് കോൾ എന്ന് പറയാ. ഇപ്പോൾ ഈ ചോദിച്ചിരിക്കുന്ന ചോദ്യം പോലെ തന്നെ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കാൾഡ് സോഫ്റ്റ് കോൾ എന്ന് പറഞ്ഞ് എന്ത് ചെയ്തിട്ടുള്ളതാണ്, പലവട്ടം ചോദിച്ചിട്ടുള്ളതാണ്, മറക്കരുത്. അപ്പോൾ 80 മുതൽ 85% കാർബണുള്ള ബിറ്റ്യൂമിനസ് കോളാണ് എന്തായിട്ട് അറിയപ്പെടുന്നത്, സോഫ്റ്റ് കോളായിട്ട് അറിയപ്പെടുന്നത്.
ഈ കൂട്ടത്തിൽ മൂന്നാമനാണ് ലിഗ്നൈറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ കള്ളൻ എന്ന് പറയുന്ന ആരാണ്? ലിഗ്നൈറ്റ് ആണ്. ലിഗ്നൈറ്റിൽ അപ്രോക്സിമേറ്റ്ലി 70% കാർബണിന്റെ അളവാണ് എന്ത് ചെയ്യുന്നത്? കാണപ്പെടുന്നത്. ഇവനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ബ്രൗൺ കോൾ എന്ന് നമ്മൾ വിളിക്കുന്നത്. ലിഗ്നൈറ്റിനെ നമ്മൾ എങ്ങനെ വിളിക്കുന്നുണ്ട്? ബ്രൗൺ കോൾ എന്ന് വിളിക്കുന്നുണ്ട്. ഈ കൂട്ടത്തിൽ ഇനി അവസാന ഒരുത്തൻ കൂടിയുണ്ട്, അത് നമുക്ക് ഓപ്ഷനിൽ തന്നിട്ടില്ല. അവന്റെ പേരാണ് പീറ്റ് എന്ന് പറയുന്നത്. ഈ പീറ്റ് എത്രയേ ഉള്ളൂ? വെറും 60% കാർബണേ ഉള്ളൂ. ഇവനെ നമ്മൾ വിളിക്കാറ് പൊതുവെ ലോ ഗ്രേഡ് ആണ്. കൂട്ടത്തിലെ ഏറ്റവും മോശമായിട്ടുള്ള കൽക്കരി, ഏറ്റവും കുറവ് കാർബണിന്റെ അളവുള്ളത് കൊണ്ട് തന്നെ ഏറ്റവും ലോ ഗ്രേഡ് കോൾ എന്നാണ് എന്ത് ചെയ്യുന്നത്? ഇവനെ നമ്മൾ വിളിക്കുന്നത്. ഞാനത് ഓപ്ഷനിൽ നിന്ന് മാറ്റി എഴുതുക ഓർഡർ തന്നെ നിങ്ങൾക്ക് കിട്ടാനായിട്ടാണ്. അതിൽ ഇനി ഒരു കൺഫ്യൂഷനും വരരുത്. ഏറ്റവും ക്വാളിറ്റി ഉള്ളത് ആന്ത്രാസൈറ്റ് ആണ്. ഏകദേശം 90 മുതൽ 95% വരെ കാർബൺ അതിൽ കാണുന്നുണ്ട്. രണ്ടാമത് വരുന്നത് ബിറ്റ്യൂമിനസ് കോൾ ആണ്. അവരെ നമ്മൾ വിളിക്കുന്നത് സോഫ്റ്റ് കോൾ എന്നാണ്. 80 മുതൽ 85% വരെ കാർബൺ ഇതിൽ കാണപ്പെടുന്നുണ്ട്. മൂന്നാമത് വരുന്ന ലിഗ്നൈറ്റ് ആണ്. 70% കാർബൺ ആണ് ഇതിൽ വരുന്നത്. ഇവരെ നമ്മൾ ബ്രൗൺ കോൾ എന്ന് വിളിക്കുന്നു. നമ്മുടെ ചോദ്യത്തിന് ഉത്തരം കിട്ടി. ബ്രൗൺ കോൾ എന്ന് വിളിക്കുന്നത് ആരെയാണ്? ഓപ്ഷൻ ബി, ലിഗ്നൈറ്റിനെയാണ് നമ്മൾ ബ്രൗൺ കോൾ എന്ന് വിളിക്കുന്നത്. നാലാമൻ പീറ്റ് ഈ കൂട്ടത്തിലെ ഏറ്റവും ലോ ഗ്രേഡ് കോളാണ്. 60% കാർബൺ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? ഇതിൽ വരുന്നുള്ളൂ. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ പോയിന്റുകളിൽ നിന്ന് ഒരുപാട് വട്ടം പല രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഒരെണ്ണം ഞാൻ ഓൾറെഡി പറഞ്ഞു. താഴെ തന്നിട്ടുള്ളതിൽ സോഫ്റ്റ് കോൾ എന്നറിയപ്പെടുന്നത് ഏതാണ്? ഇല്ലെങ്കിൽ ചോദിക്കാം, ഏകദേശം അപ്രോക്സിമേറ്റ്ലി 70% കാർബണിന്റെ പ്രസൻസ് ഉള്ള കോളിനെ നിങ്ങൾ എന്താണ് വിളിക്കുന്നത്? ബ്രൗൺ കോൾ ഏതാണെന്നുള്ളത് ഓൾറെഡി അവർ ചോദിച്ചു കഴിഞ്ഞു. ഏറ്റവും ലോ ഗ്രേഡ് കോൾ താഴെ തന്നിട്ടുള്ളതിൽ ഏതാണ്? അല്ലെങ്കിൽ 60% കാർബൺ ഉള്ള കോൾ ഏതാണ് എന്നൊക്കെ എന്ത് ചെയ്തിട്ടുള്ളതാണ്. ഇതെല്ലാം ഞാനിപ്പോൾ പറഞ്ഞെല്ലാം ചുമ്മാ കൈ നിന്നിട്ട് പറയുന്ന പോയിന്റ് അല്ല. എല്ലാ മുൻവർഷങ്ങളിൽ എന്ത് ചെയ്തിട്ടുള്ളതാണ്? RRBയും SSCയും പല പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ളതാണ്. പിന്നെയും ചോദ്യം വന്നിട്ടുണ്ട്, കൽക്കരിയെ നമ്മൾ വ്യത്യസ്തമായ ക്ലാസിഫിക്കേഷനിലേക്ക് പെടുത്തുന്നത് എന്തിൻ്റെ പ്രസൻസിൽ ബേസ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ എന്തിൻ്റെ അളവിനനുസരിച്ചാണ്? അതും നമ്മൾ പറഞ്ഞു എന്തിൻ്റെ അളവനുസരിച്ചാണ്? കാർബണിൻ്റെ അളവനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ അങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നത് എന്നും എന്ത് ചെയ്തു? നമ്മൾ പറഞ്ഞു. ഈ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് ഓർത്തു വെക്കുക. ഇനിയും എന്ത് ചെയ്യാൻ സാധ്യതയുള്ളതാണ്? നല്ലവണ്ണം ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പം അത് കിട്ടിയേ. ബ്രൗൺ കോൾ ചോദിച്ചാൽ ലിഗ്നൈറ്റ്, സോഫ്റ്റ് കോൾ ചോദിച്ചാൽ ബിറ്റ്യൂമിനസ് എന്ന് എന്ത് ചെയ്യുക? ഓർത്ത് വെക്കുക. അടുത്തത്, ഹു ഡിസ്കവേർഡ് ഇലക്ട്രോൺ? കാലങ്ങളായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. ഇനിയും എന്ത് ചെയ്യും? ഉറപ്പായിട്ടും ചോദിക്കുക തന്നെ ചെയ്യും. എപ്പോഴും ചോദിക്കാറുള്ളതാണ്. ഈ ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ആരാണ്? പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ആരാണെന്നൊക്കെ എപ്പോഴും എന്ത് ചെയ്യാറുണ്ട്? നമുക്ക് ചോദ്യം വരാറുണ്ട് അല്ലേ? അതേ ചോദ്യം തന്നെയാണ് വീണ്ടും വന്നേക്കുന്നത്. ഇത് കേട്ട് വെച്ചോ, ഇത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങളിൽ ഭൂരിഭാഗം പേർക്കും അറിയുന്ന കാര്യമാണ്. എന്നിരിക്കലും എന്ത് ചെയ്യും? ഇതും ചോദിക്കും. അത് ഓർക്കാനായിട്ട് കാലങ്ങളായിട്ട് യൂസ് ചെയ്യുന്ന ഒരു കോഡാണ് ഇതെന്ന് പറയുന്നത് പെൻ RTC എന്ന് പറയുന്നത്. അതിൻ്റെ ആദ്യത്തെ അക്ഷരങ്ങളാണ് എന്ത് ചെയ്തത്? ഞാനിവിടെ എഴുതിയത്. അതിൽ പി എന്ന് പറയുന്നത് എന്താണ്? പ്രോട്ടോൺ ആണ്. ഇ എന്ന് പറയുന്നത് എന്താണ്? ഇലക്ട്രോൺ ആണ്. എൻ എന്ന് പറയുന്നത് എന്താണ്? ന്യൂട്രോൺ ആണ്. ഇനി നമ്മുടെ കയ്യിലുള്ളത് ഇത് കണ്ടുപിടിച്ച ആളുകളുടെ പേരാണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ ഉള്ളത്. പ്രോട്ടോൺ കണ്ടുപിടിച്ച ആളുടെ പേരെന്താണ്? പ്രോട്ടോൺ കണ്ടുപിടിച്ച ആളുടെ പേര് റൂദർഫോർഡ് എന്നാണ്. ചില ആളുകൾ നെറ്റി ചുളിക്കും, ഞാൻ അതിലേക്ക് വരാം. ഇലക്ട്രോൺ കണ്ടുപിടിച്ച ആളുടെ പേര് തോംസൺ എന്നാണ്. JJ തോംസൺ. നമുക്ക് വേണ്ട ഉത്തരം കിട്ടി. ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ആരാണ്? JJ തോംസൺ ആണ്. ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ആരാണ്? ചാഡ്വിക് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ് എന്ത് ചെയ്തത്? ന്യൂട്രോൺ കണ്ടുപിടിച്ചത്. ഇനി ഇതിന്റെ വർഷം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്രോട്ടോൺ റൂദർഫോർഡ് കണ്ടുപിടിക്കുന്നത് 1917 വർഷം ചോദിക്കാറുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് അത് പഠിപ്പിക്കുന്നത്. പ്രോട്ടോൺ റൂദർഫോർഡ് കണ്ടുപിടിച്ചത് 1917. ഇലക്ട്രോൺ തോംസൺ അതിന് മുമ്പേ കണ്ടുപിടിച്ചിട്ടുണ്ട്. 1897 എന്ത് ചെയ്യുന്നത്? ഇലക്ട്രോൺ തോംസൺ കണ്ടുപിടിക്കുന്നത്. അതേസമയം ന്യൂട്രോൺ ചാഡ്വിക് കണ്ടുപിടിക്കുന്ന ഏത് വർഷത്തിലാണ്? 1932 എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന ന്യൂട്രോൺ എന്ത് ചെയ്യുന്നത്? ചാഡ്വിക് കണ്ടുപിടിക്കുന്നതും എന്ത് ചെയ്യുക? ഓർത്ത് വെക്കുക. ഇനി ഇതിൽ ഞാൻ എന്താണ് പ്രോട്ടോൺ പറഞ്ഞപ്പോൾ ഒന്ന് നെറ്റി ചുളിക്കുന്നു പറയുന്നതിനുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ അടുത്ത് നടന്ന പല RRB പരീക്ഷകളിലും പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റൂദർഫോർഡ് എന്ന് പറയുന്ന ഒരു ഉത്തരമല്ല നമ്മൾ കാണാറുള്ളത്. അതെന്താ? അപ്പോൾ റൂദർഫോർഡ് അല്ലേ പ്രോട്ടോൺ കണ്ടുപിടിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റൂദർഫോർഡ് തന്നെയാണ് പ്രോട്ടോൺ കണ്ടുപിടിച്ചത്. പക്ഷെ അതിനും വർഷങ്ങൾക്ക് മുമ്പ് ഈ ഗോൾഡ്സ്റ്റെയിൻ എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞൻ ഈ പ്രോട്ടോണിന്റെ പ്രസൻസ് എന്ത് ചെയ്യുന്നുണ്ട്? ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പല ടെക്സ്റ്റ് ബുക്കുകളിലും NCERT പോലുള്ള പല ടെക്സ്റ്റ് ബുക്കുകളിലും ഇപ്പോൾ പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരമായിട്ട് അവർ ഒഫീഷ്യലി നമ്മൾ അംഗീകരിക്കുന്ന ഏതാണ്? ഈ ഗോൾഡ്സ്റ്റെയിൻ്റെ പേരാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓർത്തു വെക്കേണ്ടുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ആരാന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ റൂദർഫോർഡ് ആണ് ഓപ്ഷനിലുള്ളതെങ്കിൽ നിങ്ങളത് മാർക്ക് ചെയ്തോളൂ. ഇനിയിപ്പോൾ അല്ല ഗോൾഡ്സ്റ്റെയിൻ ആണ് ഓപ്ഷനിലുള്ളതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തോളൂ? അത് മാർക്ക് ചെയ്തോളൂ. അപ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു ചോദ്യം വരും, രണ്ടും തന്നാൽ ഞങ്ങൾ ഇത് മാർക്ക് ചെയ്യുന്നുള്ളത്. അത് നിങ്ങളുടെ വിധിയാണ്. അതിനുള്ള ഉത്തരം തൽക്കാലം എന്തില്ല? എൻ്റെ കയ്യിലില്ല എന്ന് എന്ത് ചെയ്യുക? നിങ്ങൾ മനസ്സിലാക്കുക. പക്ഷേ ഈ അടുത്ത് നടന്ന പല RRB പരീക്ഷകളിലും പല SSC പരീക്ഷകളിലും ഒഫീഷ്യലി വരുന്ന കീയിൽ നമ്മൾ റൂദർഫോർഡ് ഓപ്ഷനിൽ കാണാറില്ല. പകരം ആര് മാത്രമേ കാണാറുള്ളൂ? ഗോൾഡ്സ്റ്റെയിൻ മാത്രമേ കാണാറുള്ളൂ. ഇദ്ദേഹം 1890s എന്ത് ചെയ്യുന്നുണ്ട്? ഇതിൻ്റെ പ്രസൻസ് ഐഡന്റിഫൈ ചെയ്തു എന്നാണ് എന്ത് ചെയ്യുന്നത് പറയുന്നത്. അതുകൊണ്ട് ഇപ്പോൾ പ്രോട്ടോൺ കണ്ടുപിടിച്ച ആൾ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻസിൽ നമ്മൾ സ്ഥിരം കാണുന്ന പേര് ആരുടെയാണ്? ഈ
ഗോൾഡ്സ്റ്റൈൻ എന്ന് പറയുന്ന ആളുടേതാണെന്ന് എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കിട്ടിയപ്പോൾ NRTC എന്ന് പറയുന്ന കോഡ് എന്താണെന്ന് മനസ്സിലായ? P ഫോർ പ്രോട്ടോൺ, E ഫോർ ഇലക്ട്രോൺ, N ഫോർ ന്യൂട്രോൺ, RTC R ഫോർ റൂദർഫോർഡ്, T ഫോർ തോംസൺ, C ഫോർ ചാഡ്വിക്ക്. ഒപ്പം അതിൽ പ്രോട്ടോണിന്റെ കേസിൽ ഗോൾഡ്സ്റ്റൈൻ എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ കേസ് കൂടെ ഓർത്ത് വയ്ക്കാൻ എന്ത് ചെയ്തു, ഞാൻ പറയുകയും ചെയ്തു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കിട്ടിയില്ലേ? ഇതിൽ സംശയമൊന്നുമില്ലല്ലോ. ഇനി നമുക്ക് നോക്കണമെങ്കിൽ ഈ ഓപ്ഷൻ ഒന്ന് നമുക്ക് നോക്കണം. കാരണം ഈ ഓപ്ഷനിൽ പലതും ഒരുപാട് തവണ ചോദ്യം വന്നിട്ടുള്ളതാണ്. ഈ മൈക്കൽ ഫാരഡെ എന്ന് പറയുന്ന ആളൊരു ബഹുമുഖ പ്രതിഭയാണ്. ഒരുപാട് കാര്യങ്ങൾ മൂപ്പര് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കണ്ടുപിടുത്താണ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ബെൻസീൻ, അരോമാറ്റിക് കോമ്പൗണ്ട് ആയിട്ടുള്ള മണുള്ള അല്ലെ ഹെക്സഗൺ ഷേപ്പിലൊക്കെ വരുന്നത്. ഇങ്ങനെയല്ല കേട്ടോ, വരച്ചപ്പോൾ തെറ്റിയതാണ്. ആറെണ്ണുള്ള ബെൻസീൻ C6H6 ആര് കണ്ടുപിടിച്ചിട്ടുള്ളതാണ്? മൈക്കൽ ഫാരഡെ കണ്ടുപിടിച്ചിട്ടുള്ളതാണ്. ഈ അടുത്ത് നടന്ന CGL-നോട് ചോദിച്ചിട്ടുള്ള ചോദ്യമാണത്, ആരാണ് കണ്ടുപിടിച്ചത് എന്നുള്ളത്. മൈക്കൽ ഫാരഡെ. അതുപോലെ ഇലക്ട്രോ മാഗ്നറ്റിസവുമായി ബന്ധപ്പെട്ട് കുറേ കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുണ്ട്. എല്ലാത്തിലുപരി വൈദ്യുതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്, ഫാദർ ഓഫ് ഇലക്ട്രിസിറ്റി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? മൈക്കൽ ഫാരഡെ എന്ന് പറയുന്നത്. പറയാനാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. തൽക്കാലം എത്രയും പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. ബെൻസീൻ കണ്ടുപിടിച്ചതും മൈക്കൽ ഫാരഡെ ആണ്. ഫാദർ ഓഫ് ഇലക്ട്രിസിറ്റി എന്നറിയപ്പെടുന്നതും ആര് തന്നെയാണ്? ഈ പറയുന്ന മൈക്കൽ ഫാരഡെ ആണെന്ന് ഓർത്തു വയ്ക്കുക. ആൽബർട്ട് ഐൻസ്റ്റീനെ പിന്നെ പറ്റി പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ, തിയറി ഓഫ് റിലേറ്റിവിറ്റി അല്ലെ, E=mc² എന്ന് പറയുന്ന ക്ലാസിക് ഇക്വേഷനിൽ എല്ലാവർക്കും അറിയുന്ന ഒരു ഇക്വേഷൻ. അതിൻ്റെ എക്സ്പ്ലനേഷൻ ഒന്നും നമുക്ക് അറിയില്ലെങ്കിലും നമ്മളിൽ പലർക്കും എന്തറിയാം? ആ ഇക്വേഷൻ അറിയാം. E=mc² എന്ന് പറയുന്ന തിയറി ഓഫ് റിലേറ്റിവിറ്റി കണ്ടുപിടിച്ചത് ആരാണ്? ആൽബർട്ട് ഐൻസ്റ്റൈൻ ആണ്. പക്ഷെ അദ്ദേഹത്തിന് നോബൽ സമ്മാനം കിട്ടുന്നത് അതിനായിരുന്നില്ല. അത് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ത് ചെയ്തതിനായിരുന്നു? എക്സ്പ്ലെയിൻ ചെയ്തതിനായിരുന്നു എന്ന് എന്ത് ചെയ്യുക, ഓർത്തു വയ്ക്കുക. അപ്പോൾ പലപ്പോഴും അങ്ങനെയും ചോദിക്കാറുണ്ട്. ഈ താഴെ തന്നിട്ടുള്ളതിൽ ആരാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിന്റെ ലോ ഒക്കെ ഫോർമുലേറ്റ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ പറയേണ്ടുന്ന പേര് ആരുടേതാണ്? ആൽബർട്ട് ഐൻസ്റ്റൈൻ്റെ ആണ്. കാരണം തിയറി ഓഫ് റിലേറ്റിവിറ്റി E=mc² എല്ലാവർക്കും അറിയും, പക്ഷെ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് അറിയണമെന്നില്ല. അതിനാണ് അദ്ദേഹത്തിന് എന്ത് കിട്ടുന്നത്? നോബൽ സമ്മാനമൊക്കെ കിട്ടുന്നത് എന്നും കൂടെ എന്ത് ചെയ്യുക, ഓർത്തു വയ്ക്കുക. അപ്പോൾ ബാക്കി 3 പേരെ പറ്റിയും പറഞ്ഞിട്ട് ഈ JC ബോസ് എന്ന് പറയുന്ന ജഗദീഷ് ചന്ദ്ര ബോസിനെ പറ്റി ഒന്നും പറഞ്ഞില്ലെങ്കിൽ മൂപ്പർക്ക് വിഷമാവില്ലേ? മൂപ്പർ ഒന്നുമില്ലെങ്കിൽ ഒരു ഇന്ത്യക്കാരനല്ലേ അല്ലേ? ബാക്കി 3 പേരും പുറത്തുനിന്നുള്ള ആൾക്കാരാണ്. ഈ JC ബോസിനും ഉണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കണ്ടുപിടുത്തം. 2 ചോദ്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. JC ബോസ് കണ്ടുപിടിച്ച ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ക്രസ്കോഗ്രാഫ് എന്ന് പറയുന്നത്. എന്തിനാണ് ഈ ക്രസ്കോഗ്രാഫ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെടികളുടെ ഗ്രോത്ത് അളക്കാനായിട്ട്, ടു മെഷർ പ്ലാൻ ഗ്രോത്ത്. അതുകൊണ്ടാണ് ഞാൻ 2 ചോദ്യം എന്ന് പറഞ്ഞത്. പലപ്പോഴും വളരെ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാറുണ്ട്, ചെടികളുടെ വളർച്ച അളക്കാൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ഏതാണ്? അതിൻ്റെ പേരാണ് എന്തെന്ന് പറയുന്നത്? ക്രസ്കോഗ്രാഫ് എന്ന് പറയുന്നത്. അത് കണ്ടുപിടിച്ച വ്യക്തിയുടെ പേര്, രണ്ടാമത്തെ ചോദ്യം JC ബോസ്. അതുപോലെ ചെടികൾക്കും ജീവനുണ്ട് എന്ന് കണ്ടുപിടിച്ച ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ആരാണ്? ചെടികൾക്കും ജീവനുണ്ട് എന്ന് കണ്ടുപിടിച്ച ഇന്ത്യൻ ശാസ്ത്രജ്ഞനും ആര് തന്നെയാണ്? അതും ഈ പറയുന്ന പോലെ JC ബോസ് തന്നെയാണ് എന്ന് എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. അപ്പോൾ ചോദ്യം വളരെ സിമ്പിൾ ആയിരുന്നു. ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ആരാന്നായിരുന്നു. അത് നമ്മൾ ആദ്യം ആ സെറ്റ് പഠിച്ചു. പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ, റൂദർഫോർഡ്, തോംസൺ, ചാഡ്വിക്ക്. 1917, 1897, 1932 നമ്മൾ പഠിച്ചു. പിന്നെ സ്പെഷ്യൽ കേസ് ആയിട്ട് ഈ ഗോൾഡ്സ്റ്റൈൻ പ്രോട്ടോൺ ഒരു സ്പെഷ്യൽ കേസ് ആയിട്ട് ഓർക്കാനും എന്ത് ചെയ്തു, ഞാൻ പഠിപ്പിച്ചു. പിന്നെ നമ്മൾ പോയത് എങ്ങോട്ടാണ്? മൈക്കൽ ഫാരഡേയിലോട്ടാണ്. 2 കാര്യങ്ങളാണ് പഠിക്കാൻ പറഞ്ഞ്. ബെൻസീൻ കണ്ടുപിടിച്ചത് മൈക്കൽ ഫാരഡെ ആണ്. ഫാദർ ഓഫ് ഇലക്ട്രിസിറ്റി, വൈദ്യുതിയുടെ പിതാവുമാര് തന്നെയാണ്, മൈക്കൽ ഫാരഡെ ആണ്. ആൽബർട്ട് ഐൻസ്റ്റീനെ പറ്റി നമ്മൾ എന്താ പറഞ്ഞത്? തിയറി ഓഫ് റിലേറ്റിവിറ്റി കണ്ടുപിടിച്ചതും ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് കണ്ടുപിടിച്ചതും ആര് തന്നെയാണ്? ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. പിന്നെ നമ്മൾ JC ബോസിലോട്ട് പോയി. JC ബോസിലോട്ട് പോയപ്പോൾ ഞാൻ പറഞ്ഞത് ചെടികൾക്ക് ജീവനുണ്ടെന്ന് കണ്ടുപിടിച്ചതും JC ബോസ് ആണ്. അതുപോലെ തന്നെ ചെടികളുടെ വളർച്ച അളക്കുന്ന ഇൻസ്ട്രുമെന്റ് ആയിട്ടുള്ള ക്രസ്കോഗ്രാഫ് കണ്ടുപിടിച്ചതും ആര് തന്നെയാണ്? JC ബോസ് ആണെന്ന് ഓർത്ത് വയ്ക്കുക. ഒരു ചോദ്യം വെച്ച് 10 പോരാ, അതിൽ കൂടുതൽ ചോദ്യം എന്ത് ചെയ്തിട്ടുണ്ട്, ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അത്രയും നിങ്ങൾക്ക് ഓരോ ചോദ്യത്തിനും കിട്ടണമെന്ന് നമുക്ക് നിർബന്ധമുള്ളത് കൊണ്ടാണ്. സോ നമ്മൾ കാണിക്കുന്ന ഒരു ആത്മാർത്ഥത തിരിച്ച് നിങ്ങളുടെ ഭാഗത്തും എന്ത് ചെയ്യുക, ക്ലാസ് മുഴുവൻ കണ്ടിട്ടും ബാക്കിയുള്ള ക്ലാസ്സുകൾ കണ്ടിട്ടും എന്ത് ചെയ്യുക, നമ്മളോടും തിരിച്ച് കാണിക്കുക എന്നുള്ള ഒരു ഹമ്പിൾ റിക്വസ്റ്റ് കൂടി എന്ത് ചെയ്യുകയാണ്, ഞാൻ ഇതിനോടൊപ്പം പറയുകയാണ്. അത് കിട്ടിയില്ലേ? അടുത്ത ചോദ്യത്തിലോട്ട് പോട്ടെ. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ അപ്രോക്സിമേറ്റ് വാല്യൂ ഓഫ് pH ഓഫ് ഹ്യൂമൻ ബ്ലഡ്? മനുഷ്യന്റെ രക്തത്തിന്റെ pH വാല്യൂ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ pH എന്ന് പറയുന്ന സാധനം നിങ്ങൾക്കറിയാം. ഈ pH വാല്യൂവിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഒരു സാധനം അസിഡിക് ആണോ ബേസിക് ആണോ എന്ന് എന്ത് ചെയ്യാറുണ്ട്, നമ്മൾ പറയാറുണ്ട് അല്ലേ? ഒരു സാധനത്തിന്റെ pH വാല്യൂ 7ൽ കുറവാണെങ്കിൽ നമ്മൾ അതിനെ പറയാതെ അസിഡിക് ആണ് എന്നുള്ളതാണ്. അതായത് അതിന്റെ സ്കെയിൽ നമ്മൾ പൊതുവെ പറയാറുള്ളത് pH സ്കെയിൽ 0 to 14 ആണ് എന്തെന്ന് പറയുന്നത്, അതിന്റെ റേഞ്ച് എന്ന് പറയുന്നത്. എഗെയിൻ ഒരു ക്വസ്റ്റ്യൻ ആണ്, ഏതുവരെ പോകുന്നുള്ളത്. 0 to 14 ആണ്. അതിൽ 7ൽ താഴെ, അതായത് 0 to 7 വരികയാണെന്നുണ്ടെങ്കിൽ അതെന്താണ്, അത് അസിഡിക് സബ്സ്റ്റൻസ് ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും 7ൽ കൂടുതൽ വരികയാണെങ്കിൽ, ഗ്രേറ്റർ ദാൻ 7 വന്നു കഴിഞ്ഞാൽ ഇത് എന്തായിട്ട് മാറും, അത് ബേസിക് സബ്സ്റ്റൻസ് ആയിട്ട് മാറും. അതായത് 7 to 14 ആണ് ഇതെന്ന് പറയുന്നത് ബേസിക് സബ്സ്റ്റൻസ്
സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ അല്ല ഇതിൻ്റെ വാല്യൂ, ഒരു സാധനത്തിൻ്റെ വാല്യൂ 7 ആവുകയാണെന്നുണ്ടെങ്കിൽ, pH വാല്യൂ 7 ആവുകയാണെന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ വെള്ളം, അതെന്താണ്, അത് ന്യൂട്രൽ സബ്സ്റ്റൻസ് ആണെന്ന് മിൻറ്റ് ചെയ്യുക, ഓർത്ത് വെക്കുക. അപ്പോൾ ഈ pH സ്കെയിൽ എന്ന് പറയുന്നത് ഒരു വസ്തു ആസിഡിക് ആണോ ബേസിക് ആണോ അല്ല ഇനിയിപ്പോൾ ന്യൂട്രൽ ആണോ എന്ന് അറിയാനുള്ള ഒരു അളവുകോലായിട്ട് എന്ത് ചെയ്താൽ മതി, നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. ഇനി ഇതിൽ pH എന്ന് പറയുന്ന ഒരു വാല്യൂ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ചോദ്യത്തിലേക്ക് വരാം കേട്ടോ. pH വാല്യൂ എന്താണെന്ന് ഞാനൊന്ന് പറഞ്ഞു തന്നോട്ടെ. pH എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ എന്നും കാണാറുണ്ട്, ചില സ്ഥലങ്ങളിൽ പൊട്ടൻസ് എന്നും കാണാറുണ്ട്, POTENZ പൊട്ടൻസ് എന്നും കാണാറുണ്ട്. അപ്പോൾ ഇത് ഓപ്ഷനിൽ ഏതാണോ വന്നേക്കുന്നത് അതിനനുസരിച്ച് എന്ത് ചെയ്യുക, നിങ്ങൾ മാർക്ക് ചെയ്യുക. പക്ഷേ ഈ പൊട്ടൻസ് എന്ന് പറയുന്ന പദമാണ് ഇപ്പോൾ പലപ്പോഴും NCERT ടെക്സ്റ്റ് ബുക്കുകൾ നമ്മൾ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് ഇനി ഇൻ കേസ് പൊട്ടൻസും ഓപ്ഷനിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ഏത് തന്നെ മാർക്ക് ചെയ്യണം, പൊട്ടൻസ് തന്നെ മാർക്ക് ചെയ്യണം എന്ന് എന്ത് ചെയ്യുകയാണ്, ഞാൻ പറയുകയാണ്. പൊട്ടൻസ് ഓഫ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഈ പറയുന്ന pHന്റെ ഫുൾ ഫോം ആയിട്ട് നമ്മൾ പറയുന്നത്. പിന്നെ പലപ്പോഴും ഇവിടുന്ന് ചോദിക്കാറുള്ള മറ്റൊരു ചോദ്യമാണ്, ആരാണ് ഈ pH സ്കെയിൽ കണ്ടുപിടിച്ചത്, ഹൂ ഡിസ്കവേർഡ് pH സ്കെയിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ പറയേണ്ട പേരാണ് സോറൻ സോറൻസൻ ആണ് എന്ത് ചെയ്യുന്നത്, pH സ്കെയിൽ കണ്ടുപിടിച്ചതെന്നും കൂടി എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. അപ്പോൾ pH സ്കെയിലിൻ്റെ ഒരു ആകെ കഥയാണ് ഞാൻ പറഞ്ഞത്. അത് ഞാൻ ഒന്നുകൂടെ റിവൈസ് ചെയ്ത് തരാം. പക്ഷെ നമ്മുടെ ചോദ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ ബ്ലഡിൻ്റെ pH വാല്യൂ എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. മനുഷ്യൻ്റെ ബ്ലഡിൻ്റെ pH വാല്യൂ ഞാനൊരു വാല്യൂ ആയിട്ട് പഠിക്കാൻ പറയാറില്ല, പകരം ഞാൻ നിങ്ങളോട് സ്ലൈറ്റ്ലി ബേസിക് എന്ന് ഓർക്കാനാണ് പറയാറുള്ളത്. സ്ലൈറ്റ്ലി ബേസിക് ആണ്. അപ്പോൾ ചെറിയ തോതിൽ ബേസിക് സബ്സ്റ്റൻസ് ഉണ്ടെങ്കിൽ 7 തൊട്ടാണ് ബേസ് തുടങ്ങുന്നത്, 7 കുറച്ച് കൂടുതലായിരിക്കണം ഇതെന്ന് പറയുന്നത് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഓപ്ഷൻ ഏതാണുള്ളത്, 7.4 ആണല്ലേ. ഈ 7.4 തന്നെയാണ് NCERT ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള വാല്യൂ. എന്നിരിക്കലും SSC RRB പരീക്ഷയിൽ ചിലപ്പോൾ 7.5ഉം 7.2ഉം ഒക്കെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഓപ്ഷനായിട്ട് കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ പഠിക്കാൻ പറഞ്ഞത്. 7.4 എന്ന് പറയുന്ന ഒരു വാല്യൂ വിഴുങ്ങാതെ സ്ലൈറ്റ്ലി ബേസിക് എന്ന് തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ പഠിച്ചിരിക്കുക. ചെറുതായിട്ട് എന്താണ് ബേസിക് ആണ്, അതും NCERT ടെക്സ്റ്റ് ബുക്കിലെ സെന്റൻസ് തന്നെയാണ്, സ്ലൈറ്റ്ലി ബേസിക്. അപ്പോൾ എന്ത് ചെയ്യുക, 700 ഇച്ചിരി കൂടിയത് ഏതാണ് അവിടെ ഉള്ളത് അത് എന്ത് ചെയ്യുക, അത് മാർക്ക് ചെയ്തിട്ട് നിങ്ങൾ പരിപാടി അവസാനിപ്പിക്കുക. അപ്പോൾ നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് ഹ്യൂമൻ ബ്ലഡിൻ്റെ, മനുഷ്യൻ്റെ രക്തത്തിൻ്റെ pH വാല്യൂ എത്രയാണെന്നുള്ളതായിരുന്നു. ആൻസർ നമുക്ക് കിട്ടി 7.4 ആണ്, അല്ലെങ്കിൽ സ്ലൈറ്റ്ലി ബേസിക് ആണ്. ബട്ട് അതുമായി ബന്ധപ്പെടുത്തി നമ്മൾ പറഞ്ഞ കഥകൾ, pH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പൊട്ടൻസ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജനെയാണ് നമ്മൾ പറയുന്നത്. കണ്ടുപിടിച്ച ആളുടെ പേര് സോറൻസൻ എന്നാണ്. 0 മുതൽ 14 വരെയാണ് അതിൻ്റെ റേഞ്ച് വരുന്നത്. അതിൽ 0 to 7 ആണെങ്കിൽ ആ വസ്തു ആസിഡ് ആണെന്നും 7 to 14 ആണെങ്കിൽ ആ വസ്തു ബേസിക് ആണെന്നും 7 ആണ് അതിൻ്റെ വാല്യൂ എങ്കിൽ അത് ന്യൂട്രൽ ആണെന്നും കൂടി എന്ത് ചെയ്യുകയുണ്ടായി, ഒപ്പം നമ്മൾ പഠിക്കുകയുണ്ടായി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഓർത്തു വയ്ക്കുക. ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് pH സ്കെയിൽ കണ്ടുപിടിച്ചത് ആരാണ് എന്നൊക്കെ പലതവണ എന്ത് ചെയ്തിട്ടുള്ളതാണ്, ചോദിച്ചിട്ടുള്ളതാണ് എന്ന് എന്ത് ചെയ്യുക, മറക്കാതെ ഇരിക്കുക. അപ്പോൾ അതും കിട്ടിയില്ലേ. അടുത്തിലോട്ട് പോട്ടെ. ഇന്നാ പിടിച്ചോ അടുത്ത ചോദ്യം. വാട്ട് ഈസ് ദ SI യൂണിറ്റ് ഓഫ് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്? SI യൂണിറ്റ് സിസ്റ്റം ഇന്റർനാഷണൽ എല്ലാവർക്കും അറിയുന്നതാണ്. ഫിസിക്സിലെ ആദ്യത്തെ ക്ലാസ്സിലെ ടോപ്പിക് മെഷർമെന്റ്സ് ആൻഡ് യൂണിറ്റ്സ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതാണ്. എല്ലാവർക്കും അറിയാം, ഇതിൽ പ്രത്യേകിച്ച് എക്സ്പ്ലനേഷൻ്റെ ആവശ്യമൊന്നുമില്ല. അത് മോളാണ് അല്ലേ. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് അളക്കാനുള്ള SI യൂണിറ്റ് എന്ന് പറയുന്നത് മോളാണ്. മോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 6.022 into 10⁻23 പാർട്ടിക്കിൾസ് ആണ്. ദാറ്റ് ആവാം, മോളിക്യൂൾ ആവാം, വാട്ട് എവർ ഇറ്റ് ഈസ്. എന്താണ് അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഒരു മോൾ ഓഫ് ആ പാർട്ടിക്കിൾ എന്ന് എന്ത് ചെയ്യുന്നത് നമ്മൾ പറയുന്നത്. അപ്പോൾ 6.022 into 10⁻23 ആണ്. ഇനി വേണമെങ്കിൽ ഇതിനോടൊപ്പം ഓർത്ത് വയ്ക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മോൾ ഡേ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് October 23rd ഞാൻ എപ്പോഴും എൻ്റെ പിറന്നാളാവുമ്പോൾ ഞാൻ സ്വന്തമായി പൊക്കിയടിച്ചൊരു പോസ്റ്റ് ഇടാറുള്ളതാണ്. മോൾ ഡേ അന്നാണ് എന്തെന്ന് പറയുന്നത്, എൻ്റെ ജന്മദിനം എന്ന് പറയുന്നത് October 23rd എന്ന് പറയുന്നത്. അപ്പോൾ October 23rd തന്നെയാണ് ഇതായിട്ടും വരുന്നത്, മോൾ ഡേ ആയിട്ടും വരുന്നത്. മോൾ ഡേ പൊതുവെ 6.02 അല്ലെങ്കിൽ 602 AM ഓഫ് 2310 എന്നാണ് നമ്മൾ പറയുക. നിങ്ങൾക്ക് ഇപ്പോൾ ഇതിലോട്ടൊന്ന് കണ്ണു തുറന്ന് നോക്കി ഞാനിവിടെ എന്താ എഴുതി വെച്ചേക്കുന്നതെന്ന് മനസ്സിലാവും. 6.02 AM to 6.02 P ആണ് അല്ലേ. അതായത് നോക്ക് മക്കളെ, ഈ 6.02 ആണ് ഇതെന്ന് പറയുന്നത്, ഈ 6.2 AM എന്ന് പറയുന്നത്. ഈ 10⁻23 ആണ് എന്തായിട്ട് മാറിയിട്ടുള്ളത്, 23/10, അതായത് October 23 ആയിട്ട് മാറിയിട്ടുള്ളത്. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മോൾ ഡേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. എന്തിനാ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 6.02 into 10⁻23 എല്ലാവർക്കും അറിയാം. പക്ഷേ മോൾ ഡേ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മളൊന്ന് മുകളിലോട്ട് നോക്കും. അത് വരാതിരിക്കാനാണ് എന്ത് ചെയ്തത്, ഞാൻ കൃത്യമായി ഇങ്ങനെ തന്നെ അത് വെച്ച് എന്ത് ചെയ്തത്, എക്സ്പ്ലെയിൻ ചെയ്ത് തന്നത്. ഇനി ബാക്കിയുള്ള ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ റേഡിയൻ എല്ലാവർക്കും അറിയാം, ആംഗിളിൻ്റെ SI യൂണിറ്റ് ആണ്, കോണളവ് അളക്കാനുള്ള SI യൂണിറ്റ് ആണ് ഇതെന്ന് പറയുന്നത്. റേഡിയൻ എന്ന് പറയുന്നത് ജൂളാണ്. ജൂളിൻ്റെ സ്പെല്ലിംഗ് തെറ്റാണ്, JOULE. ജൂളാണ് എന്തിൻ്റെ യൂണിറ്റ് ആയിട്ട് വരുന്നത്, വർക്ക് ആവാം അല്ലെങ്കിൽ എന്തായിട്ടും വരാം, എനർജി ആയിട്ടും വന്നു കഴിഞ്ഞാൽ അത് എന്താണ്, അത് ജൂളാണ്. കെൽവിൻ, ലോർഡ് കെൽവിൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എന്തിൻ്റെതാണ്, ടെമ്പറേച്ചറിൻ്റെ യൂണിറ്റ് ആണ് എന്തെന്ന് പറയുന്നത്, കെൽവിൻ എന്ന് പറയുന്നത്.
വേണമെങ്കിൽ ഒരു പോയിന്റ് കൂടെ ഞാൻ കെൽവിനെ പറ്റി പറഞ്ഞുതരാം, പലവട്ടം പരീക്ഷകൾ കണ്ടിട്ടുള്ളതാണ്. ഈ മെഷർമെൻറ്റിൻ്റെ പരിപാടി ഉണ്ടല്ലോ, അതായത് അളക്കുന്ന പരിപാടി ഉണ്ടല്ലോ, ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് മെഷർ ചെയ്യുന്ന പരിപാടി ലോകത്ത് ആദ്യമായിട്ട് തുടങ്ങി വെച്ച മനുഷ്യനാണ് ആരെന്ന് പറയുന്നത്, ഈ പറയുന്ന കെൽവിൻ എന്ന് പറയുന്നത്. മെഷർമെൻറ്റ് ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ലോർഡ് കെൽവിൻ. അപ്പോൾ അതിനു മുമ്പ് ഈ അരിയും സാധനങ്ങളൊന്നും തൂക്കി കൊടുത്തിരുന്നില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയല്ല. ഇത് ഫിസിക്സിൻ്റെ ഭാഷയിൽ ശാസ്ത്രീയമായി കൃത്യമായി അതിലൊരു അളവും കാര്യങ്ങളെല്ലാം തുടങ്ങിയ ആളാണ് ആരെന്ന് പറയുന്നത്, ഈ പറയുന്ന കെൽവിൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് മെഷർ ചെയ്യുക എന്നുള്ള പരിപാടി ആദ്യമായി തുടങ്ങിയ ശാസ്ത്രജ്ഞനാണ് ആരെന്ന് പറയുന്നത്, കെൽവിൻ എന്ന് കൂടി എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. ഇപ്പം എന്തൊക്കെ ഈ ചോദ്യവുമായി ബന്ധപ്പെടുത്തി പഠിച്ചത്, SI യൂണിറ്റ് ഓഫ് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് മോളാണ്. ഒരു മോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ 6.022 × 10⁻23 പാർട്ടിക്കിൾസ് ആണ്. അതുകൊണ്ട് തന്നെ ഒക്ടോബർ 23 നമ്മൾ മോൾ ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നു. പിന്നെ റേഡിയൻ എന്ന് പറയുന്നത് ആംഗിളിൻ്റെ യൂണിറ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു. ജൂൾ എന്ന് പറയുന്നത് വർക്കിൻ്റെയോ എനർജിയുടെ യൂണിറ്റ് ആവാം. കെൽവിൻ എന്ന് വെച്ചാൽ ടെമ്പറേച്ചറിൻ്റെ യൂണിറ്റ് ആണ്. ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് മെഷർ ചെയ്യുന്ന പരിപാടി ആദ്യമായി തുടങ്ങിയ ആളാണ് ആരെന്ന് പറയുന്നത്, കെൽവിൻ എന്ന് പറയുന്നതും കൂടി എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കുക. സെറ്റല്ലേ? സംശയമൊന്നുമില്ലല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക് പോട്ടെ. സെറ്റല്ലേ? സംശയമൊന്നുമില്ലല്ലോ. എന്നാൽ പിടിച്ചോ അടുത്ത ചോദ്യം. വാട്ട് ഈസ് ദ ഫോർമുല ഫോർ പവർ? എല്ലാവർക്കും അറിയുന്നതാണ്. പവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അത് വർക്ക് ഡിവൈഡഡ് ബൈ ടൈമിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, നമ്മൾ പവർ എന്ന് പറയുന്നത്. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതിലിനി ഞാൻ അധികം എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കുന്നില്ല. വേണമെങ്കിൽ നമുക്ക് ആകെപ്പാട് അതിനോടൊരു എക്സ്ട്രാ പോയിന്റ് ആയിട്ട് പറയാൻ പറ്റുന്നത്, ഈ പവറിൻ്റെ യൂണിറ്റ് വർക്ക് ബൈ ടൈം എന്ന് പറയുന്നത് തന്നെയാണ്, യൂണിറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, വാട്ട് എന്ന് പറയുന്നത്. ബേസിക്കലി ഈ വാട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, വർക്കിൻ്റെ യൂണിറ്റ് എന്താണ്, ജൂളാണ്. ടൈമിൻ്റെ യൂണിറ്റ് എന്താണ്, സെക്കൻഡാണ്, അല്ലേ? അപ്പോൾ ഈ വാട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി എന്ത് തന്നെയാണ്, ജൂൾ പെർ സെക്കൻഡിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, വാട്ട് എന്ന് പറയുന്നത്. ഇത് ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാറ്, താഴെ തന്നതിൽ വാട്ടിന് ഇക്വലൻ്റ് ആയിട്ടുള്ളത് ഏതാണെന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ചോദിച്ചാൽ എത്രയേ ഉള്ളൂ, ഒരു വാട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഒരു ജൂൾ പെർ സെക്കൻഡ് ആണ്. വിഴുങ്ങേണ്ട ആവശ്യമില്ല. ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ പവർ ഈസ് ഈക്വൽ ടു വർക്ക് ബൈ ടൈം എന്ന് അറിയാമെന്നുണ്ടെങ്കിൽ വർക്കിൻ്റെ യൂണിറ്റ് ജൂൾ ആവുന്നു, ടൈമിൻ്റെ യൂണിറ്റ് സെക്കൻഡ് ആവുന്നു. അപ്പോൾ ജൂൾ പെർ സെക്കൻഡ് ആണ് എന്തെന്ന് പറയുന്നത്, വാട്ട് എന്ന് പറയുന്നത് എന്ന് ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ വാട്ട് ഈസ് ദ ഫോർമുല ഫോർ പവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വർക്ക് ഡിവൈഡഡ് ബൈ ടൈം ആണെന്ന് എന്ത് ചെയ്യാം, നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. സെറ്റല്ലേ? അടുത്തതിലോട്ട് പോട്ടെ. അടുത്ത ചോദ്യം നല്ലൊരു ചോദ്യമാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കോൾഡ് യെല്ലോ പിഗ്മെന്റ് ഇൻ എ പ്ലാന്റ്? അതിൽ എന്തൊക്കെയോ ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ട്, പക്ഷേ ബേസിക്കലി ചോദ്യം ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി. താഴെ തന്നിട്ടുള്ളതിൽ ചെടികളിൽ കാണപ്പെടുന്ന ഒരു യെല്ലോ പിഗ്മെന്റ് ഏതാണെന്നാണ് എന്ത് ചെയ്തിരിക്കുന്നത്, നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. ഓപ്ഷൻ എ കരോട്ടിൻ എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഈ കരോട്ടിൻ ക്യാരറ്റിൽ കാണപ്പെടുന്ന ഒരു സാധനം. അതൊന്നായിരിക്കാം ഒരുപക്ഷെ ക്യാരറ്റിൻ്റെ പേര് പോലും വന്നത്. അതായത് ബേസിക്കലി ക്യാരറ്റിന് ഓറഞ്ച് കളർ കൊടുക്കുന്ന പിഗ്മെന്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആൻസർ ആയിട്ട് നമ്മൾ പറയേണ്ടതാണ് ഇതെന്ന് പറയുന്നത്, കരോട്ടിൻ എന്ന് പറയുന്നത്. അക്രോമാറ്റിക് റീപ്പർ ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല, എനിക്ക് അറിയില്ല. പിന്നുള്ളതാണ് സാന്തോഫിൽ എന്ന് പറയുന്നത്. ഈ സാന്തോഫിലാണ് നമ്മുടെ കളർ എന്ന് പറയുന്നത്. അതായത് ചെടികൾക്ക് യെല്ലോ പിഗ്മെന്റ് അല്ലെങ്കിൽ യെല്ലോ കളർ കൊടുക്കുന്ന പിഗ്മെന്റ് എന്ന് വെച്ചാൽ അറിയാലോ, കളർ കൊടുക്കുന്ന സാധനത്തെയാണ് നമ്മൾ പിഗ്മെന്റ് എന്ന് പറയുക. യെല്ലോ കളർ കൊടുക്കുന്ന പിഗ്മെന്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരമായിട്ട് നിങ്ങൾ പറയേണ്ടുന്ന ആൻസർ ആണ് ഇതെന്ന് പറയുന്നത്, സാന്തോഫിൽ എന്ന് പറയുന്നത് എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. അതായത് ബേസിക്കലി കാരോട്ടിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാരറ്റ് കളറല്ല, ഓറഞ്ച് കളർ ക്യാരറ്റിന് കൊടുക്കുന്ന സാധനമാണ്. നാക്ക് മൊത്തത്തിലുടക്കി ഒന്നുകൂടെ, കരോട്ടിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാരറ്റിന് ഓറഞ്ച് കളർ കൊടുക്കുന്നതാണ്. സാന്തോഫിൽ ആണെങ്കിൽ എന്താണ്, യെല്ലോ കളറാണെന്ന് ഓർത്ത് വെക്കുക. നമ്മൾ പിഗ്മെന്റ്സിനെ പറ്റി സംസാരിച്ച സ്ഥിതിക്ക് ഒന്ന് രണ്ട് പിഗ്മെന്റുകൾ കൂടെ ഞാൻ പറഞ്ഞുതരാം, പലപ്പോഴും ചോദിക്കാറുള്ളതാണ്. ഇതിപ്പോൾ യെല്ലോ കളർ പിഗ്മെന്റ് തന്നെയാണ് സാന്തോഫിൽ എന്ന് പറയുന്നത്. അതിന് പകരം ചിലപ്പോൾ വളരെ സ്പെസിഫിക് ആയിട്ട് ടർമരിക്കിന്, നമുക്കറിയാം മഞ്ഞൾ അല്ലേ, പേര് തന്നെ മഞ്ഞൾ എന്നാണ്, മഞ്ഞളിനാണ്. ടർമരിക്കിന്, മഞ്ഞളിന് മഞ്ഞ നിറം കൊടുക്കുന്ന പിഗ്മെന്റ് ഏതാണെന്ന് എന്ത് ചെയ്യാറുണ്ട്, പലപ്പോഴും ചോദിക്കാറുണ്ട്. അങ്ങനെ ചോദിച്ചാൽ നിങ്ങൾ പറയണം അതിൻ്റെ പേര് കുർക്കുമിൻ എന്നാണ്. പലപ്പോഴും മക്കളെ ചോദിച്ചിട്ടുള്ളതാണ്. മഞ്ഞളിന് മഞ്ഞ നിറം കൊടുക്കുന്ന പിഗ്മെന്റ് ഏതാണ്, കുർക്കുമിനാണ്. അതുപോലെ ചോദിക്കാറുള്ള മറ്റൊരു ചോദ്യമാണ് ടൊമാറ്റോ, നമ്മുടെ തക്കാളി, നല്ല ചുവന്ന തക്കാളി അല്ലേ, തക്കാളിക്ക് ചുവന്ന നിറം കൊടുക്കുന്ന പിഗ്മെന്റ് ഏതാണ്, തക്കാളിക്ക് ചുവന്ന നിറം കൊടുക്കുന്ന പിഗ്മെന്റ് ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ പറയണം അത് ലൈക്കോപ്പീനാണ്. മാറിപ്പോരുത്, ഇതെല്ലാം പിഗ്മെന്റുകളാണ്, കളറിംഗ് സബ്സ്റ്റൻസസിനെയാണ് നമ്മൾ പിഗ്മെന്റ് എന്ന് പറയുന്നത്. മഞ്ഞളിന് മഞ്ഞ നിറം കൊടുക്കുന്നത് കുർക്കുമിൻ, ടൊമാറ്റോയ്ക്ക് റെഡ് കളർ കൊടുക്കുന്ന ഏതാണ്, ലൈക്കോപ്പീൻ ആണെന്ന് ഓർത്ത് വയ്ക്കുക. പിന്നെ എല്ലാവർക്കും അറിയുന്ന ഒരു പിഗ്മെന്റ് ഉണ്ട്, നമ്മുടെ സ്വന്തം ക്ലോറോഫിൽ അല്ലേ, ഇലകൾക്ക് പച്ച നിറം കൊടുക്കുന്ന, ചെടികൾക്ക് പച്ചപ്പ് ഹരിതാപം എന്നൊക്കെ നമ്മൾ പറയുന്ന ആ സാധനത്തിന് കാരണമായിട്ടുള്ള പിഗ്മെന്റ് ആണ് ഇതെന്ന് പറയുന്നത്, ക്ലോറോഫിൽ എന്ന് പറയുന്നത്. എല്ലാവർക്കും അറിയുന്നതാണ്. ഇനി ഇത് മനുഷ്യന്മാരുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ മനുഷ്യന്മാരുടെ കാര്യത്തിൽ പറയാവുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പിഗ്മെന്റ് ആണ് മെലാനിൻ എന്ന് പറയുന്നത്. നമ്മുടെയൊക്കെ ഈ ഒരു ത്വക്കിരുണ്ടിരിക്കുന്നതും അല്ലെങ്കിൽ മുടി കറുത്തിരിക്കുന്നതും അല്ലേ, വൈറ്റ് പീപ്പിളിനെ കണ്ടു കഴിഞ്ഞാൽ എന്താണ്, അവരുടെ മുടി ചെമ്പിച്ചിട്ടാണ്, അവർ വെള്ള നിറത്തിലാണ്. അതിനുള്ള കാരണം എന്താ, അവരുടെ ശരീരത്തിൽ മെലാനിൻ്റെ അളവ് എന്താണ്, കുറവാണ്. നമ്മൾ ഈ എന്താ പറയുക, ഈ ആൾക്കാർ, ഈ
ഇരുണ്ട ബ്രൗൺ പീപ്പിൾ എന്ന് നമ്മൾ അഭിമാനത്തോടെ പറയുന്ന ബ്രൗൺ പീപ്പിൾ ആയാലും ബ്ലാക്ക് ആയിട്ടുള്ള ആളുകളാണെങ്കിലും അവരുടെ ശരീരത്തിൽ മെലാനിൻ്റെ അളവ് കൂടുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, എന്ത് ചെയ്യുന്നത്, അവർക്ക് ആ കളർ വരുന്നത്. നമുക്കായാലും ബ്ലാക്ക് ആയിട്ടുള്ള ആളുകൾക്കായാലും ആ കളർ വരുന്നത്. അപ്പോൾ ഈ ഒരു ഡാർക്ക്നെസ് കൊടുക്കുന്ന കളറാണ് അല്ലെങ്കിൽ അതിനുള്ള പിഗ്മെൻ്റ് ആണ് ഏതെന്ന് പറയുന്നത്, മെലാനിൻ എന്ന് പറയുന്നത്. എപ്പോഴും മുടികൾക്ക് കറുപ്പ് നിറം കിട്ടാൻ അല്ലെങ്കിൽ ഡാർക്കർ കളർ കിട്ടാൻ, മുടിക്കും അതുപോലെ തന്നെ ത്വക്കിന്, നമ്മുടെ തൊലിക്കും ഡാർക്കർ കളർ കിട്ടാൻ ഹെൽപ്പ് ചെയ്യുന്ന പിഗ്മെൻ്റ് ഏതാണെന്ന് ഇന്ത്യ ചോദിക്കാറുണ്ട്. അങ്ങനെ ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് ഏതാണ്, അത് മെലാനിൻ ആണെന്നാണ് പറയേണ്ടത്. അപ്പോൾ ഒരു കുഞ്ഞു പിഗ്മെന്റിന്റെ പൂവാണ് ചോദിച്ചത്. ഞാൻ പിഗ്മെന്റുകളുടെ പൂക്കാലം തന്നെ തന്നിട്ടുണ്ട്, എല്ലാം ഒന്ന് ഓർത്തോ. മഞ്ഞ നിറത്തിലുള്ള പിഗ്മെന്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് ചെടികൾക്ക് മഞ്ഞ പൂവും മഞ്ഞ കായും ഒക്കെ ഉണ്ടാക്കുന്ന പിഗ്മെന്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആൻസർ ആയിട്ട് നിങ്ങൾ പറയുന്നത് സാന്തോഫിൽ എന്നാണ്. കരോട്ടിൻ എന്ന് പറയുന്നത് ക്യാരറ്റിന് ഓറഞ്ച് നിറം കൊടുക്കുന്ന പിഗ്മെന്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു. മഞ്ഞളിന് മഞ്ഞ നിറം കൊടുക്കുന്നത് കുർക്കുവിനാണെന്ന് നമ്മൾ പറഞ്ഞു. ടൊമാറ്റോ, തക്കാളിക്ക് ചുവന്ന നിറം കൊടുക്കുന്നത് ലൈക്കോപ്പീൻ ആണെന്ന് നമ്മൾ പറഞ്ഞു. ക്ലോറോഫിൽ പിന്നെ എല്ലാവർക്കും അറിയാം, അത് പച്ച നിറം കൊടുക്കുന്നതാണെന്ന് നമുക്കറിയാം. മെലാനിൻ ത്വക്കിനും മുടിക്കും ഡാർക്ക് കളർ കൊടുക്കുന്ന പിഗ്മെന്റ് ആണെന്നും എന്ത് ചെയ്യുകയുണ്ടായി, നമ്മൾ പറയുകയുണ്ടായി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ഓർത്തു വയ്ക്കുക. ഒരു ചെറിയ കാര്യം ഒന്ന് ഞാൻ പെട്ടെന്ന് ഓർമ്മ വന്നപ്പോൾ പെട്ടെന്ന് പറയുന്നതാണ്, ഈ സാന്തോഫിൽ തന്നെയാണ് നമ്മുടെ മുട്ടയുടെ മഞ്ഞയ്ക്ക് മഞ്ഞ നിറം കൊടുക്കുന്നതെല്ലാം ഏത് തന്നെയാണ്, ഈ പറയുന്ന സാന്തോഫിൽ തന്നെയാണ് കേട്ടോ. അതിലും കരോട്ടിനുമായിട്ട് എന്താ പറയുക, ഭയങ്കരമായ എന്തൊക്കെയോ ഉള്ളിൽ സയന്റിഫിക് ബന്ധങ്ങളൊക്കെ ഉണ്ട്. അത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്നും എനിക്കറിയില്ല, നിങ്ങൾക്കും അറിയേണ്ട ആവശ്യമില്ല. നമുക്ക് ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് ചോദിക്കുമ്പോൾ എന്ത് ചെയ്താൽ മതി, ആ ചോദ്യങ്ങളുടെ ഉത്തരം പറയാനായിട്ട് അറിഞ്ഞാൽ മതി. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ സെറ്റല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോട്ടെ. എന്നാ പിടിച്ചോ അടുത്ത ചോദ്യം. ഹൂ ഈസ് ദ ഫാദർ ഓഫ് മെഡിസിൻ? നല്ലൊരു ചോദ്യമാണ്. മെഡിസിൻ്റെ പിതാവ് ആരാന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ചോദ്യത്തിന് ഉത്തരം അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ മറ്റൊരു രീതിയിൽ ഇത് പറഞ്ഞുതരാം. നിങ്ങളുടെ കൂട്ടുകാരോ അല്ലെങ്കിൽ നമ്മുടെ അറിയുന്ന ആരെങ്കിലുമൊക്കെ MBBS കഴിഞ്ഞു കഴിഞ്ഞാൽ, MBBS അല്ലാത്ത മറ്റ് മെഡിക്കൽ ഡിഗ്രികൾക്ക് ഇത് ഉണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ MBBSന് എന്തായാലും ഉണ്ട്. അവരുടെ കോഴ്സ് കഴിഞ്ഞ് അവരുടെ 1 year ഹൗസ് ഏജൻസി പീരീഡും കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരൊരു ഓത്ത് എടുക്കണം, ഒരു പ്രതിജ്ഞ എടുക്കണം. ആ പ്രതിജ്ഞയിൽ പറയുന്നത് എന്താ പറയുക, ഇങ്ങനെയുള്ള മനുഷ്യൻ്റെ ജീവനത്തിനെല്ലാം നമ്മൾ വില കൊടുക്കും, അതിനുവേണ്ടി അവർ എന്ത് ചെയ്തിട്ടായാലും അല്ലെങ്കിൽ മാക്സിമം അവരെ കൊണ്ട് പറ്റാവുന്നത്രയായിട്ട് മനുഷ്യൻ്റെ ജീവൻ സംരക്ഷിക്കും, ആരോഗ്യം സംരക്ഷിക്കും എന്നൊക്കെയുള്ള പറയുന്ന ഒരു ഓത്ത്, ഒരു പ്രതിജ്ഞ എടുക്കുമ്പോഴാണ് അവർ എന്തായിട്ട് മാറുന്നത്, അവർ ടെക്നിക്കലി ഡോക്ടറായിട്ട് മാറുന്നതും അവർക്ക് ആ രജിസ്ട്രേഷൻ നമ്പർ കിട്ടുന്നതും. ആ ഓത്തിനൊരു പേരുണ്ട്. ആ ഓത്തിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും, ആ ഓത്തിൻ്റെ പേര് ഹിപ്പോക്രാറ്റിക് ഓത്ത് എന്നാണ്. നിങ്ങൾ ഡോക്ടർമാർ ആരെങ്കിലും കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചാൽ അറിയാം, അവർ ആ പറയുന്ന ഓത്തിൻ്റെ പേര്, ആ പ്രതിജ്ഞയുടെ പേരാണ് ഇതെന്ന് പറയുന്നത്, ഹിപ്പോക്രാറ്റിക് ഓത്ത് എന്ന് പറയുന്നത്. ഈ കഥ മൊത്തം ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. മെഡിസിൻ്റെ പിതാവ് ആരെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടുന്ന പേരാണ് ആരുടെ പേര്, ഹിപ്പോക്രാറ്റസ് എന്ന് പറയുന്ന വ്യക്തിയുടെ പേര്. ഹിപ്പോക്രാറ്റസ് ആണ് എന്ത് ചെയ്യുന്നത്, മെഡിസിൻ്റെ പിതാവായിട്ട് അറിയപ്പെടുന്നത്. അതുകൊണ്ടാണ് ഈ ഡോക്ടർമാരെല്ലാവരും MBBS ഒക്കെ കഴിയുമ്പോൾ എന്ത് പ്രതിജ്ഞ എടുക്കുന്നത്, ഹിപ്പോക്രാറ്റിക് ഓത്ത് എടുക്കുന്നതെന്ന് എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കുക. ഇതിൽ അരിസ്റ്റോട്ടിൽ നമുക്ക് വെറുതെ വിടാൻ പറ്റില്ല. ഈ അരിസ്റ്റോട്ടിലും എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. അരിസ്റ്റോട്ടിൽ 2 സാധനങ്ങളുടെ പിതാവാണ്. സുവോളജി, മൃഗങ്ങളെ പറ്റിയുള്ള പഠനത്തിൻ്റെയും പിതാവാണ്. ബയോളജി, ബോട്ടണിയും സുവോളജിയും ഇൻക്ലൂഡ് ആയിട്ടുള്ള ബയോളജിയുടെയും പിതാവാണ് ആരെന്ന് പറയുന്നത്, അരിസ്റ്റോട്ടിൽ എന്ന് പറയുന്നത്. ആർക്കിമിഡീസിനെ നിങ്ങൾക്കറിയാം, മറ്റേ തെരുവുകളിലൂടെ നഗ്നനായി ഓടിക്കൊണ്ട് യുറേക്ക യുറേക്ക എന്ന് വിളിച്ചു പറഞ്ഞ ആർക്കിമിഡീസ് പ്രിൻസിപ്പിളൊക്കെ ഫോർമുലേറ്റ് ചെയ്ത അതേ ആർക്കിമിഡീസ് തന്നെയാണ് ഈ ആർക്കിമിഡീസ്. അത് ആർക്കിമിഡീസ് തിയറിയാണ്, വലിയ കണ്ടുപിടുത്തങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. പിന്നുള്ള ആളാണ് വില്യം ഹാർവി. ഇങ്ങനെയും ബയോളജിയുടെ പെർസ്പെക്റ്റീവിൽ ഇമ്പോർട്ടൻ്റ് ആണ്. പലപ്പോഴും ചോദിക്കാറുണ്ട് ബ്ലഡ് സർക്കുലേഷൻ, നമ്മുടെ ശരീരത്തിലെ രക്തചംക്രമണം എന്ന് നമ്മൾ പറയും അല്ലേ. ബ്ലഡ് സർക്കുലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്, പ്യൂർ ആവുന്നുണ്ട്, ഇംപ്യൂർ ആവുന്നുണ്ട്, വീണ്ടും ഇതിങ്ങനെ കറങ്ങി എന്ത് ചെയ്യുന്നുണ്ട്, വർക്ക് ചെയ്യുന്നുണ്ട്. ഈ ബ്ലഡ് സർക്കുലേഷൻ കണ്ടുപിടിച്ചത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹൂ ഡിസ്കവേർഡ് ബ്ലഡ് സർക്കുലേഷൻ, രക്തചംക്രമണം കണ്ടുപിടിച്ചത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് നിങ്ങൾ പറയേണ്ടുന്ന ഉത്തരമാണ് ആരുടെ പേരെന്ന് പറയുന്നത്, ഈ പറയുന്ന വില്യം ഹാർവിയുടെ പേര് എന്ന് കൂടെ എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. അപ്പം എന്തൊക്കെയാണ് മക്കളെ ഞാൻ പഠിപ്പിച്ച, മെഡിസിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഹിപ്പോക്രാറ്റീസ് ആണ്. അരിസ്റ്റോട്ടിൽ ആണെങ്കിൽ സുവോളജിയുടെയും ബയോളജിയുടെയും പിതാവാണ്. വില്യം ഹാർവിയാണ് എന്ത് ചെയ്തത്, ബ്ലഡ് സർക്കുലേഷൻ കണ്ടുപിടിച്ചതെന്നും എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. സെറ്റല്ലേ? അടുത്ത ചോദ്യത്തിലോട്ട് പോട്ടെ. എന്നാ പിടിച്ചോ അടുത്ത ചോദ്യം. ഹൂ ഈസ് ദ ഫാദർ ഓഫ് ഇമ്മ്യൂണോളജി? നമ്മുടെ ഈ സീരീസിലെ ഈ ക്ലാസ്സിലെ അവസാനത്തെ ചോദ്യമാണ്. ഇമ്മ്യൂണോളജിയുടെ പിതാവ് എന്താണ് ഇമ്മ്യൂണോളജി? നമുക്കറിയാം, നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് നമ്മൾ പല വാക്സിൻസും എടുത്തിട്ടുണ്ട്. നമ്മൾ എല്ലാത്തിനെയും ചേർത്ത് ചിലപ്പോൾ പോളിയോ എടുക്കാൻ പോകുമെന്നാണ് പറയുക. ബിക്കോസ് പോളിയോ അത്രയും ഒരു ഡെഡ്ലി ആയിട്ടുള്ള ഡിസീസ് ആയിരുന്നു. നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിനെ തുടച്ചു നീക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പം അങ്ങനെ എടുക്കുന്ന വാക്സിനുകളിലൂടെ നമ്മുടെ ഒരു അസുഖത്തെ പ്രിവെൻറ്റ് ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ അതിനെ പറ്റിയൊക്കെ പഠിക്കുന്ന ഒരു ശാസ്ത്രമാണ് ഏതെന്ന് പറയുന്നത്
ഇമ്മ്യൂണോളജി എന്ന് പറയുന്നത് ഇമ്മ്യൂണിറ്റി, പ്രതിരോധം ഒക്കെ നമുക്കറിയാം അല്ലേ, പ്രതിരോധ ശേഷി, ഒരു അസുഖം വരുമ്പോൾ അതിനെ പ്രതിരോധിക്കാനുള്ള കഴിവ്, അതാണ് ഇമ്മ്യൂണോളജി. അതിനെപ്പറ്റി പഠിക്കുന്ന ശാസ്ത്രമാണ് ഇമ്മ്യൂണോളജി എന്ന് പറയുന്നത്. ഇതിന്റെ പിതാവ് ആരാണെന്നാണ് എന്ത് ചെയ്തിരിക്കുന്നത്, നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇതിന്റെ പിതാവ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പേര് എഡ്വേർഡ് ജെന്നർ എന്നാണ്. എഡ്വേർഡ് ജെന്നർ ആണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഇമ്മ്യൂണോളജിയുടെ പിതാവായിട്ട് അറിയപ്പെടുന്നത്. ഇത് പലപ്പോഴും ചോദിക്കാറുള്ളത് മറ്റൊരു രീതിയിലാണ്. ഹൂ ഡിസ്കവേർഡ് സ്മോൾ പോക്സ് വാക്സിൻ? നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് വസൂരി എന്ന് പറയുന്ന അസുഖം. പണ്ടത്തെ നമ്മുടെയൊക്കെ ഒരുപാട് അപ്പനപ്പൂപ്പന്മാരെ കൊണ്ടുപോയിട്ടുള്ള ഒരു അസുഖമാണ് ഇതെന്ന് പറയുന്നത്, ഈ വസൂരി എന്ന് പറയുന്നത്. ഈ വസൂരിക്കെതിരെയുള്ള വാക്സിൻ കണ്ടുപിടിച്ചത്, അല്ലെങ്കിൽ വാക്സിനോളജിയുടെ പിതാവായിട്ട് അറിയപ്പെടുന്നത്, വാക്സിനുമായി ബന്ധപ്പെട്ട ശാസ്ത്രശാഖയായിട്ടുള്ള വാക്സിനോളജിയുടെ പിതാവായിട്ട് അറിയപ്പെടുന്ന എല്ലാം ആര് തന്നെയാണ്, ഈ പറയുന്ന എഡ്വേർഡ് ജെന്നർ ആണ്. ഈ എഡ്വേർഡ് ജെന്നർ ആണ് എന്തെന്ന് പറയുന്നത്, ഇമ്മ്യൂണോളജിയുടെ പിതാവായിട്ട് അറിയപ്പെടുന്നത്, വാക്സിനോളജിയുടെ പിതാവായിട്ട് അറിയപ്പെടുന്നത്, സ്മോൾ പോക്സ് വാക്സിൻ കണ്ടുപിടിച്ചത്. 3 രീതിയിലും എന്ത് ചെയ്തിട്ടുള്ളതാണ്, ചോദിച്ചിട്ടുള്ളതാണ്. ഒരൊറ്റ പേര് എഡ്വേർഡ് ജെന്നർ. ഇനി വാക്സിൻസിനെ പറ്റി പറഞ്ഞതുകൊണ്ട് ആ ഭാഗത്തുനിന്ന് നന്നായി ചോദിക്കാറുള്ള 2 കാര്യങ്ങൾ എന്ത് ചെയ്യുകയാണ്, ഞാൻ പറഞ്ഞിരിക്കുകയാണ്. അതിലൊരു വാക്സിന്റെ പേരാണ് BCG എന്ന് പറയുന്നത്. ഈ BCG എന്ന് പറയുന്നത് ജനിച്ചു കുറച്ച് ദിവസം കഴിഞ്ഞുടനെ കുട്ടിക്ക് കൊടുക്കുന്നതാണ്. എക്സാക്ട് ദിവസം ഞാൻ ഓർക്കുന്നില്ല, ഓർമ്മയുള്ളവർ എനിക്ക് താഴെ പറഞ്ഞതായോ. ബാസിൽ കാൽമെറ്റ് ഗ്യുവേറിൻ എന്നൊക്കെയാണ് എന്തെന്ന് പറയുന്നത്, ഈ BCGയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത്. അതല്ല ചോദിക്കാറുള്ളത്. എപ്പോഴും ചോദിക്കാറുള്ളത് ഈ BCG വാക്സിൻ ഒരു കുഞ്ഞിന് കൊടുക്കുന്നത് ഏത് അസുഖത്തിനെതിരെയാണ് എന്നാണ് ചോദിക്കാറുള്ളത്. ഈ BCG വാക്സിൻ ഒരു കുഞ്ഞിന് കൊടുക്കുന്നത് TBക്കെതിരെ, ട്യൂബർകുലോസിസിനെതിരെയാണെന്ന് എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. അതുപോലത്തെ മറ്റൊരു വാക്സിനാണ് DPT എന്ന് പറയുന്നത്. നമ്മൾ ഈ പറയുന്ന പോലെ എല്ലാ വാക്സിനെയും പോളിയോ എന്നാണ് വിളിക്കാറുള്ളത് അല്ലേ, നമ്മുടെ നാട്ടു നടപ്പനുസരിച്ച് നമ്മൾ അങ്ങനെ വിളിക്കുക. പക്ഷെ അങ്ങനെയല്ല, പല പല വാക്സിൻസും പല പല സമയങ്ങളിൽ എടുക്കുന്ന എന്തിനാണ്, ഓരോരോ അസുഖങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അതുപോലത്തെ രണ്ടാമത്തെ വാക്സിനാണ് DPT എന്ന് പറയുന്നത്. ഈ വാക്സിനാണ് ട്രിപ്പിൾ വാക്സിൻ എന്നറിയപ്പെടുന്നത്. അങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട്, താഴെ തന്നിട്ടുള്ളത് ഏത് വാക്സിനാണ് ട്രിപ്പിൾ വാക്സിൻ എന്നറിയപ്പെടുന്നത്. ബിക്കോസ് ഇത് 3 അസുഖങ്ങൾക്കെതിരെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ എടുക്കുന്നത്. 1 ഡിഫ്തീരിയ, 2 പെർട്യൂസിസ് അല്ലെങ്കിൽ ഹൂപ്പിംഗ് കഫ് എന്ന് പറയും, വില്ലൻ ചുമ എന്നൊക്കെ നമ്മൾ പറയുന്ന പെർട്യൂസിസ്, 3ാമത്തേത് ടെറ്റനസ് എന്നിങ്ങനെ 3 അസുഖങ്ങൾക്കെതിരെ എടുക്കുന്ന ട്രിപ്പിൾ വാക്സിൻ ആണ് ഏതെന്ന് പറയുന്നത്, DPT എന്ന് പറയുന്നതെന്നും കൂടി എന്ത് ചെയ്യുക, ഒന്ന് ഓർത്തു വെക്കുക. സെറ്റ് അല്ലേ? ഇനി ബാക്കിയുള്ള ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ അവരും ചില്ലറക്കാരൊന്നുമില്ല. ആ 3 പേരും നമുക്ക് നല്ലോണം വേണ്ടപ്പെട്ട ആൾക്കാരാണ്. പലപ്പോഴും നമ്മുടെ ചോദ്യങ്ങളുടെ ഉത്തരമായിട്ട് വന്നിട്ടുള്ള ആളാണ്. ഈ ആന്റണി വാൻ ലീവൻഹുക്ക് എന്ന് പറയുന്ന ചങ്ങായിയും ഒരു ഫാദറാണ്. എന്തിന്റെ ഫാദറാണെന്നറിയോ, ഫാദർ ഓഫ് മൈക്രോബയോളജി. അതായത് ആദ്യമായി ഈ ബാക്ടീരിയാസിനെയും പ്രോട്ടോസോവാസിനെ പറ്റിയൊക്കെ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു കുഞ്ഞു മൈക്രോസ്കോപ്പും വെച്ച്, തൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല, താൻ ഉണ്ടാക്കിയൊരു കുഞ്ഞു മൈക്രോസ്കോപ്പും വെച്ച് നോക്കി പഠിച്ച വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്, ആന്റണി വാൻ ലീവൻഹുക്ക് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മൈക്രോബയോളജിയുടെ പിതാവ് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയേണ്ടുന്ന പേരാണ് ഏതെന്ന് പറയുന്നത്, ഈ പറയുന്ന ആന്റണി വാൻ ലീവൻഹുക്ക് എന്ന് പറയുന്നത്. അടുത്ത പേര് നോക്കിയേ, റോബർട്ട് കോച്ച്. കോച്ച് എന്നായിരിക്കും, റോബർട്ട് കോച്ച്. ഇദ്ദേഹം ചില്ലറക്കാരനല്ല, നോബൽ പ്രൈസ് ഒക്കെ വാങ്ങിയിട്ടുള്ള മനുഷ്യനാണ്. ഇദ്ദേഹമാണ് TBയുടെ ബാക്ടീരിയ അല്ലെങ്കിൽ ട്യൂബർകുലോസിസിന്റെ, ക്ഷയത്തിന്റെ ബാക്ടീരിയ കണ്ടുപിടിച്ച വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്, ഈ പറയുന്ന റോബർട്ട് കോച്ച് എന്ന് പറയുന്നത്. ആ ചോദ്യം എന്ത് ചെയ്യാറുള്ളതാണ്, പലപ്പോഴും ചോദിക്കാറുള്ളതാണ്. പിന്നെ ഈ കോൾ ലീനിയസ് എന്ന് പറയുന്ന പേര് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ, കിങ്ഡം പ്ലാന്റ് എന്നും കിങ്ഡം ആനിമാലി എന്നും ചെടി എന്നും മൃഗമെന്നും ആദ്യമായി ക്ലാസിഫൈ ചെയ്ത വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്, ഈ കോൾ ലീനിയസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പേരിടൽ പരിപാടികളും പലതും തുടങ്ങിയിട്ടുള്ളത് ആര് തന്നെയാണ്, കോൾ ലീനിയസ് ആണ്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിനും 2 കാര്യങ്ങളുടെ പിതാവാണ്. ഒന്ന് ടാക്സോണമിയുടെ പിതാവാണ്, അതുപോലെ തന്നെ സ്പെസിഫിക് ആയിട്ട് മോഡേൺ ബോട്ടണിയുടെ പിതാവ് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരമായിട്ട് നിങ്ങൾ പറയേണ്ട പേര് ആരുടെ തന്നെയാണ്, കോൾ ലീനിയസിന്റെ തന്നെയാണ് എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. അപ്പൊ കുറച്ചധികം പോയിന്റുകൾ ഞാൻ പറഞ്ഞു, എല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഒന്നുകൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്ത് തരാം. ഫാദർ ഓഫ് ഇമ്മ്യൂണോളജി അല്ലെങ്കിൽ വാക്സിനോളജി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എഡ്വേർഡ് ജെന്നർ ആണ്. മൂപ്പര് സ്മോൾ പോളിയോ അല്ല, സ്മോൾ പോക്സിന്റെ വാക്സിൻ കണ്ടുപിടിച്ചതുകൊണ്ടാണ് എഡ്വേർഡ് ജെന്നറിന് അങ്ങനെ ഒരു ക്രെഡിറ്റ് കിട്ടുന്നത്. ഈ വാക്സിൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് തന്നെ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത വ്യക്തിയാണ് ഈ പറയുന്ന എഡ്വേർഡ് ജെന്നർ എന്ന് പറയുന്നത്. രണ്ടാമത് നമ്മൾ നോക്കിയത് ആന്റണി വാൻ ലീവൻഹുക്കിനെ പറ്റിയാണ്. അദ്ദേഹമാണ് മൈക്രോബയോളജിയുടെ പിതാവായിട്ട് അറിയപ്പെടുന്നത്. റോബർട്ട് കോച്ച് ആണ് TB ബാക്ടീരിയ കണ്ടുപിടിക്കുന്നതും അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം നോബൽ സമ്മാനം വാങ്ങുന്നതും. കോൾ ലീനിയസ് ആണ് പ്ലാന്റ് എന്നും അനിമാലി എന്നും 2 കിങ്ഡായിട്ട് ആദ്യമായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത്. മാത്രമല്ല ടാക്സോണമിയുടെ പിതാവാണ്, മോഡേൺ ബോട്ടണിയുടെയും പിതാവാണ് ആരെന്ന് പറയുന്നത്, ഈ പറയുന്ന കോൾ ലീനിയസ് എന്ന് കൂടെ എന്ത് ചെയ്യുക, ഒന്ന് ഓർത്തു വയ്ക്കുക. പിന്നെ നമ്മൾ 2 പ്രധാനപ്പെട്ട വാക്സിൻസ് പറഞ്ഞു. BCG, ബാസൈൽ കാൽമെറ്റ് ഗ്യുവെറിൻ എന്ന് പറയുന്ന വാക്സിൻ എന്തിനെതിരെയാണ് എന്നാണ് എപ്പോഴും ചോദിക്കാറുള്ളത്, ട്യൂബർകുലോസിസിനെതിരെയാണ്.
DPT വാക്സിനാണ് ട്രിപ്പിൾ വാക്സിൻ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. ഡിഫ്തീരിയ, പെർട്യൂസിസ്, ടെറ്റനസ് എന്നീ പറയുന്ന 3 അസുഖങ്ങൾക്കെതിരെയാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന DPT വാക്സിൻ കൊടുക്കുന്നതെന്നും കൂടെ എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്യാനായിട്ട് ആഗ്രഹിച്ചത്. ഇനിയും കുറേ ചോദ്യങ്ങൾ നമുക്ക് ബാക്കിയുണ്ട്. ആ ചോദ്യങ്ങളുടെ ക്ലാസ്സുകളെല്ലാം നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മളെ അറിയിക്കുക. താഴെ നിങ്ങൾ തരുന്ന സപ്പോർട്ടിനനുസരിച്ചായിരിക്കും ഉറപ്പായിട്ടും എന്ത് ചെയ്യുന്നത്, കൂടുതൽ ക്ലാസ്സുകളും കൂടുതൽ ചോദ്യങ്ങളും ഇതുപോലെ നിങ്ങളുടെ മുമ്പിലേക്ക് നമ്മൾ എത്തിക്കുന്നത്. അപ്പോൾ എന്താ പറയുക, എന്താ നിങ്ങൾക്ക് ചെയ്യേണ്ടതെന്ന് അറിയാം. ഇത്രയും നേരം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ക്ഷമയോടെ കണ്ടിരുന്നതിന്, കേട്ടിരുന്നതിന് ഒരുപാട് നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ് അക്കാഡമിക്സ്. ഹാവ് എ നൈസ് ഡേ.